ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ വയറുവേദനയെ തുടർന്നെത്തിയ യുവതി ശുചിമുറിയിൽ പ്രസവിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. പ്രസവത്തിന് പിന്നാലെ യുവതി കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്കെറിഞ്ഞു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജി, ഇതെന്താണ് ഷാജി നടക്കുന്നത്? എന്താണ് സംഭവിച്ചത്? മനു, കായംകുളം താലൂക്ക് ആശുപത്രിയിലാണ് വയറുവേദനയെ തുടർന്ന് 19 വയസ്സുകാരി കഴിഞ്ഞ വർഷം എത്തിയത്. ഇന്ന് പുലർച്ചയോടുകൂടി ഡോക്ടറോട് ബാത്റൂമിൽ പോകണമെന്ന് ഇവർ പറയുകയായിരുന്നു. അപ്പോൾ തന്നെ ബാത്റൂമിൽ പോകാനായിട്ട് ഡോക്ടർ അവരെ ബാത്റൂമിലേക്കുള്ള വഴി കാണിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവർ ബാത്റൂമിൽ നിന്ന് മടങ്ങി വന്നു. പിന്നീടാണ് മനസ്സിലായത് ഒരു വയറുവേദന എന്ന് പറഞ്ഞാണ് ആശുപത്രിയിൽ എത്തിയത്. ഇവർ ശുചിമുറിയിൽ വെച്ച് പ്രസവിക്കുകയും ആ കുഞ്ഞിനെ ജനലിലൂടെ വെളിയിലേക്ക് ഇടുകയും ചെയ്തു. കുട്ടിയുടെ കരച്ചിൽ കേട്ട് ആശുപത്രി അധികാരികൾ പരിശോധിച്ചപ്പോഴാണ് ഇവരുടേതാണെന്ന് മനസ്സിലായത്. എന്തായാലും കുഞ്ഞിനെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ ഷാജി? കുഞ്ഞിനെ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം. പക്ഷേ ആ സ്ത്രീ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സ്വന്തം മാതാവ് തന്നെയാണ് ഇങ്ങനെ കുഞ്ഞിനെ വെളിയിലേക്ക് കളഞ്ഞത്. 19 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയാണ്. ഇനി മറ്റ് വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ വാർത്ത പുറത്തു വന്നത്. മനു, ശരി. വല്ലാതെ മനുഷ്യനെ വേദനിപ്പിക്കുന്നുണ്ട്, ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ഈ വാർത്ത. രാവിലെ ഒരു വയറുവേദനയ്ക്ക് ചികിത്സ തേടി ആശുപത്രിയിൽ വരിക, ശുചിമുറിയിൽ പോവുക, പ്രസവിക്കുക, കുഞ്ഞിനെ ജനലിലൂടെ പുറത്തേക്ക് എറിയുക. ഒന്ന് ഓർത്ത് നോക്കൂ ആ സ്ത്രീയുടെ മനസ്സെന്താണെന്ന്. എങ്ങനെ തോന്നി അവർക്ക് ഇതൊക്കെ ചെയ്യാൻ? രാവിലെ വാർത്ത അത്രമേൽ ഇറിറ്റേറ്റ് ചെയ്യുന്നു നമ്മളെ, അല്ലേ? ഇന്നത്തെ ദിവസം തന്നെ കളയുന്നു ആ വാർത്ത. ഏതായാലും ആ കുഞ്ഞിനൊന്നും വരുത്താതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് അതിൽ ആഗ്രഹിക്കാനുള്ളൂ. ഏതായാലും മറ്റ് നടപടിക്രമങ്ങൾ പോലീസും മറ്റ് അധികൃതരുമൊക്കെ ചേർന്ന് സ്വീകരിക്കട്ടെ. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. വരും സമയങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ മുൻപിലേക്ക് വരും.